അഡ്ജസൻസി മെട്രിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു തിയറം നോക്കാം. തിയറം 1.6. Let G be a graph with n vertices v1, v2, etc. vn, and let capital A denote the adjacency matrix of G with respect to this listing of the vertices. Let capital B equal to matrix Bij be the matrix B equal to A plus A square plus etc. plus A raised to n minus 1. Then G is a connected graph if and only if for every pair of distinct indices I comma j we have Bij not equal to 0. That is if and only if B has no zero entries of the main diagonal. ഈ തിയറത്തിൽ പറയുന്നത് ജി ഒരു ഗ്രാഫ് എൻ വെർട്ടിസസ് ആണ് ആ ഗ്രാഫിനുള്ളതെന്ന് വിചാരിക്കുക. v1, v2, എക്സെട്ര vn ഈ ഒരു ഓർഡറിൽ അതിനെ നെയിം ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ജിയുടെ അഡ്ജസൻസി മെട്രിക്സ് ആണ് എ എന്ന് വിചാരിക്കുക. നമ്മൾ പുതിയൊരു മെട്രിക്സ് ബി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. ജി കണക്റ്റഡ് ആണെങ്കിൽ ഏത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐയും ജെ എടുത്താലും Bij നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കുമെന്നും, നേരെ തിരിച്ച് ഫോർ എവറി ഡിസ്റ്റിങ്ക്റ്റ് ഐ കോമ ജെ Bij നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഗ്രാഫ് ജി കണക്റ്റഡ് ആയിരിക്കുമെന്നും. ഫോർ ഡിസ്റ്റിങ്ക്റ്റ് ഐ ആൻഡ് ജെ Bij നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഐയും ജെയും സെയിം ആകുമ്പോൾ നമുക്ക് B11 B22 അങ്ങനെയാണ് കിട്ടുക. അതായത് മെയിൻ ഡയഗണലാണ്. അപ്പോൾ ഐയും ജെയും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മെയിൻ ഡയഗണൽ ഒഴികെയുള്ള ആ ഗ്രാഫിലെ ആ മെട്രിക്സിലെ എല്ലാ എൻട്രീസും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതാണ് ഇവിടെ ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഹാസ് നോ സീറോ എൻട്രീസ് ഓഫ് ദ മെയിൻ ഡയഗണൽ. അതായത് മെയിൻ ഡയഗണലിന് പുറത്തുള്ള എല്ലാ എൻട്രീസും നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ജി കണക്റ്റഡ് ആയിരിക്കുമെന്നും, ജി കണക്റ്റഡ് ആണെങ്കിൽ മെയിൻ ഡയഗണലിന് പുറത്തുള്ള, അതായത് മെയിൻ ഡയഗണലിൽ ഒഴികെയുള്ളത്, മെയിൻ ഡയഗണലിൽ എന്ത് വേണമെങ്കിലും ആവാം, അതിന് പുറമേയുള്ള ബാക്കി എല്ലാ എൻട്രീസും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കുമെന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊരു മെയിൻ പാർട്ട് എന്നുള്ളത് മെട്രിക്സ് ബി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതിലെ എൻട്രീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈസി ആയിരിക്കും ബാക്കിയുള്ള പാർട്ട്. സോ നമുക്ക് ഇതിന് മുൻപ് പ്രൂഫില്ലാത്ത ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിയറം 1.5 എന്നുള്ളത് ഒരു ഗ്രാഫ് ജിയുടെ അഡ്ജസൻസി മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ദെൻ ഫോർ എനി പോസിറ്റീവ് ഇൻജർ കെ എ റേസ്ഡ് കെ എന്നുള്ള മെട്രിക്സ്, അതായത് എയുടെ കെ കോപ്പീസിൻ്റെ പ്രൊഡക്റ്റ്, ആ മെട്രിക്സിലെ ഓരോ എൻട്രീസും, അതായത് അതിൽ ഐജത്തെ എൻട്രി ഡിനോട്ട് ചെയ്യുന്നത് വെർട്ടെക്സ് വി ഐയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്ക് ലെങ്ത്ത് കെ ഉള്ള എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്ക് ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് എ റേസ് ടു കെ എന്നുള്ള മെട്രിക്സിലെ ഐജത്ത് എൻട്രി. ഓക്കെ, അപ്പോൾ എ റേസ് ടു 1 ആണ് എ. അപ്പോൾ ഇവിടെ എ റേസ് ടു 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഇത് എൻ മൈനസ് 1 മെട്രിക്സുകളുടെ സമ്മാണ്. നമുക്കറിയാം മെട്രിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എൻട്രീസ്, അതായത് ഒരേ പൊസിഷനിലുള്ള എൻട്രീസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ബി എന്നുള്ള മെട്രിക്സിലത്തെ ആദ്യത്തെ എൻട്രി വരുന്നത് എയിലത്തെ ഫസ്റ്റ് എൻട്രി പ്ലസ് എ സ്ക്വയറിലെ ഫസ്റ്റ് എൻട്രി പ്ലസ് എക്സെട്ര, അങ്ങനെ എ റേസ് ടു എൻ മൈനസ് 1 എന്നുള്ള മെട്രിക്സിലെ ഫസ്റ്റ് എൻട്രി, അതായത് B11 എന്നുള്ള പൊസിഷനിൽ അതാണ് വരുന്നത്. ഇനി അതേപോലെ B12 എന്നുള്ള പൊസിഷനിൽ വരുന്നത് എയിലെ 1/2 പൊസിഷനിൽ ആരാണോ ഉള്ളത് പ്ലസ് എ സ്ക്വയറിൽ 1/2 പൊസിഷനിൽ ആരാണോ ഉള്ളത്, അങ്ങനെ എക്സെട്ര, പ്ലസ് എ റേസ് ടു എൻ മൈനസ് 1ലെ 1/2 പൊസിഷനിൽ ആരാണുള്ളത്. അപ്പം ഇങ്ങനെയാണ് മെട്രിക്സ് ബിയിലുള്ള എൻട്രീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1 2 3 എക്സെട്ര എൻ മൈനസ് 1 എ റേസ് ടു കെയിലെ ഐജത്തെ എൻട്രീനെയാണ് എ ഐ ജെ റേസ് ടു കെ എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എയിലത്തെ, അതായത് എ റേസ് ടു 1ലെ ഫസ്റ്റ് എൻട്രി എ ഐ ജെ റേസ് ടു 1. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എയിലെ ഫസ്റ്റ് എൻട്രി A11 എന്നുള്ളത് V1 വെർട്ടെക്സ് V1ൽ നിന്നും വെർട്ടെക്സ് V1ലേക്ക് തന്നെ ലെങ്ത് 1 ഉള്ള എത്ര ഡിഫറെൻറ്റ് വാക്ക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എ റേസ് ടു കെ എന്നുള്ള മെട്രിക്സിലെ എൻട്രീസ് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ കെ എ റേസ് ടു കെ എന്നുള്ള മെട്രിക്സിലെ ഓരോ എൻട്രിയും ഐജത്തെ എൻട്രി എന്നുള്ളത് വി ഐ എന്നുള്ള വെർട്ടെക്സിൽ നിന്നും
വി ജെ എന്നുള്ള വെർട്ടെക്സിലേക്ക് ലെങ്ത് കെ ഉള്ള എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്സ് ഉണ്ട് അതിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ എന്നുള്ള മെട്രിക്സിലെ എൻട്രീസ് ഓരോ എൻട്രീസും വരുന്നത് അതിൽ ഐ ജെത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സ് വി എയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത് 2 ഉള്ള എത്ര ഡിഫറെൻറ്റ് വോക്സ് ഉണ്ട്. ഇപ്പോൾ ഒരു A⁵ എൻട്രീസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിൽ ഐ ജെത്തെ എൻട്രി എന്നുള്ളത് വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത് 5 ഉള്ള എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്കുകളുണ്ട്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ A⁻k ഐ ജെത്തെ എൻട്രീനെ AIJ⁻k എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം മെട്രിക്സ് ബിയിലത്തെ എൻട്രീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, എയിലെ എൻട്രീസ് കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുക, എയിലെയും A² അങ്ങനെ A⁻n−1 വരെയുള്ള മെട്രിക്സുകളിലെ കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്താലാണ് നമുക്ക് ബി എന്നുള്ള മെട്രിക്സിലെ ഓരോ എൻട്രീസും കിട്ടുന്നത്. ഓക്കെ, അതായത് ബി എന്നുള്ള മെട്രിക്സിലെ ഐ ജെത്ത് പൊസിഷനിലെ എൻട്രി അതാണ് BIJ. ഓക്കെ, BIJ എന്നുള്ളൊരു നൊട്ടേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ എൻട്രി വരുന്നത് എയിലെ ഐ ജെത്തെ എൻട്രി പ്ലസ് A² ഐ ജെത്തെ എൻട്രി പ്ലസ് എക്സെട്ര A⁻n−1 ഐ ജെത്തെ എൻട്രി. അപ്പോൾ അതാണ് ഇവിടെ ആദ്യം എഴുതിയിട്ടുള്ളത്. നമ്മൾ A⁻k ഐ ജെത്തെ എൻട്രീനെയാണ് AIJ⁻k എന്നുള്ള ഒരു ഫോമിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് വരുമ്പോൾ BIJ അതായത് മെട്രിക്സ് ബിയിലെ ഐ ജെത്തെ എൻട്രി വരുന്നത് എയിലെ ഫസ്റ്റ്, അതായത് A⁻1 ആണ്, അതിലെ ഐ ജെത്തെ എൻട്രി അതാണ് AIJ⁻1. ഇനി A² ഐ ജെത്തെ എൻട്രി അതാണ് AIJ⁻2 അങ്ങനെ പ്ലസ് എക്സെട്ര AIJ⁻n−1 അതായത് A⁻n−1 എന്നുള്ള മെട്രിക്സിലെ ഐ ജെത്തെ എൻട്രി. അല്ലാണ്ട് ഇത് പവറൊന്നല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒരു നൊട്ടേഷനാണ്. ഓക്കെ, ഞാൻ പറയുമ്പോൾ റേസ്റ്റ് എന്ന് പറയുന്നത് മാത്രം ജസ്റ്റ് ഒരു നൊട്ടേഷനാണ്. എ എന്നുള്ള മെട്രിക്സിലെ ഐ ജെത്തെ എൻട്രി ആണ് AIJ⁻1. A² എന്നുള്ള മെട്രിക്സിലെ ഐ ജെത്തെ എൻട്രീനെ ജസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് AIJ² അതായത് AIJ⁻2. ജസ്റ്റ് ഒരു നൊട്ടേഷൻ മാത്രമാണ്, അതൊരു നമ്പറാണ്. അത് ഇവിടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ ഒന്നും ആവില്ല ഇവിടെ വരുന്നത്, അത് തമ്മിൽ അങ്ങനെയുള്ള കണക്ഷനൊന്നുമില്ല, ജസ്റ്റ് ഒരു നൊട്ടേഷൻ മാത്രം. അങ്ങനെ n-1th പവർ ഏതാണോ ഏതാണെങ്കിൽ n-1th പവർ വരെയുള്ള A⁻n−1 ഗ്രാഫ് ജിയിലെ വെർട്ടീസസിൻ്റെ എണ്ണാണ് n. സോ എയുടെ n-1th പവർ വരെയുള്ള മെട്രിക്സിലെ എൻട്രീസാണ് നമ്മൾ ഇവിടെ കറസ്പോണ്ടിങ് എൻട്രീസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, എയിലെ ഐ ജെത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് വി ഐയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്ക് ലെങ്ത് 1 ഉള്ള എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്സ്, പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് വി ഐയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്ക് ലെങ്ത് 2 ഉള്ള എത്ര ഡിഫറെൻറ്റ് വോക്സ് ഉണ്ട്, പ്ലസ് എക്സെട്ര. ലാസ്റ്റ് എൻട്രി വെർട്ടെക്സ് വി ഐയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്ക് എത്ര ലെങ്ത് n-1 ഉള്ള എത്ര ഡിഫറെൻറ്റ് വോക്സ് ഉണ്ട്. വി ഐയിൽ നിന്നും വി ജെയിലേക്കുള്ള വോക്സിനെയാണ് നമ്മൾ VI-VJ വോക്സ് എന്ന് വിളിക്കുന്നത്. വെർട്ടെക്സ് വി ഐയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്കുള്ള വോക്സിനെയാണ് ഈ VI-VJ വോക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ BIJ അതായത് മെട്രിക്സ് ബിയിലെ ഐ ജെത്തെ എൻട്രി വരുന്നത് വി ഐയിൽ നിന്നും വി ജെയിലേക്ക് എത്ര ലെങ്ത് 1 ഉള്ള എത്ര ഡിഫറെൻറ്റ് വോക്സ് ഉണ്ട്, പ്ലസ് വി ഐയിൽ നിന്നും വി ജെയിലേക്ക് തന്നെ ലെങ്ത് 2 ഉള്ള എത്ര ഡിഫറെൻറ്റ് വോക്സ് ഉണ്ട്, അങ്ങനെ ലെങ്ത് 3 ഉള്ള എത്ര വോക്സ് ഉണ്ട്, എക്സെട്ര. വി ഐയിൽ നിന്നും വി ജെയിലേക്ക് തന്നെ ലെങ്ത് n-1 ഉള്ള എത്ര വോക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തം സം എന്നുള്ളത് ലെങ്ത് <n വരുന്നത്, ലെങ്ത് 1 ഉള്ളത് പറഞ്ഞു, ലെങ്ത് 2 ഉള്ളത്, അങ്ങനെ ലെങ്ത് 3 എക്സെട്ര ലെങ്ത് n-1 വരെ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്സ് ഉണ്ട് വി ഐയിൽ നിന്നും വി ജെയിലേക്ക്. ആ എണ്ണം എന്ന് പറഞ്ഞാൽ ലെങ്ത് <n വരുന്ന എത്ര VI-VJ വോക്സ് ഉണ്ട്, അതാണ് BIJ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൂഫ് പിന്നെ ഈസി ആയിരിക്കും. അപ്പോൾ മെട്രിക്സ് ബിയിലെ ഐ ജെത്തെ എൻട്രി അതാണ് BIJ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത് <n വരുന്ന എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്സ് ഉണ്ട്, n-നേക്കാൾ കുറവ് ലെങ്ത് ഉള്ള എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്സ് ഉണ്ട് അതിൻ്റെ എണ്ണം. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നോക്കാം. G കണക്റ്റഡ് ആണെങ്കിൽ ഫോർ ഈച്ച് i ≠ j അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐയും ജെ എടുത്തു കഴിഞ്ഞാൽ BIJ ≠ 0 ആയിരിക്കും. തിരിച്ച് BIJ ≠ 0 ഫോർ ഓൾ i ≠ j ആണെങ്കിൽ G എന്നുള്ളത് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. ഈ ഗ്രാഫ് G കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഫോർ ഡിഫറെൻ്റ് ആയിട്ടുള്ള i, j
Bij നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐയും ജെയും എടുക്കുന്നു. അപ്പോൾ വെർട്ടെക്സ് വി ഐയും വെർട്ടെക്സ് വി ജെയും ഡിഫറെൻ്റ് ആയിരിക്കും. ഐയും ജെയും സെയിം ആണെങ്കിൽ വി ഐ. അപ്പോൾ ലൂപ്പിൻ്റെ ഒരു കേസിലേക്ക് വരും. ഐയും ജെയും ഡിഫറെൻ്റ് ആണെങ്കിൽ വി ഐയും വി ജെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടിസസുകളാണ്. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് ജി എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ അസ്യൂം ചെയ്തിട്ടുള്ളത് ജി കണക്റ്റഡ് എന്നാണ്. നമുക്കറിയാം ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവണമെങ്കിൽ ഏത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഗ്രാഫിൽ ഏത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടിസസ് എടുത്താലും അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ജി കണക്റ്റഡ് ആണ്. ആ ഗ്രാഫിലെ രണ്ട് വെർട്ടിസസ് ആണ് വി ഐയും വി ജെയും, ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടിസസ്. ജി കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ വി ഐയിൽ നിന്നും വെർട്ടെക്സ് വി ഐയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്ക് ഒരു പാത്ത് ഉണ്ടാവും. അത് കണക്റ്റഡ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഗ്രാഫ് ജിക്ക് n വെർട്ടിസസ് ആണ് ഉള്ളത്. ഓക്കെ, നമുക്കറിയാം പാത്തിലെ വെർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം എന്തായാലും ആ പാത്ത് ഏറ്റവും മാക്സിമം ആണെങ്കിൽ പോലും അവിടെ n വെർട്ടിസസേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം പാത്തിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു കെ വെർട്ടിസസ് ഉള്ള പാത്താണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് k-1 ആണ്. എത്ര വെർട്ടിസസ് ഉണ്ടോ -1 ആണ് ആ പാത്തിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ മാക്സിമം n വെർട്ടിസസേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഇതിൻ്റെ ലെങ്ത്ത് n-1 വരൂ. പാത്തിൻ്റെ ലെങ്ത്ത് വി ഐയിൽ നിന്നും വി ജെയിലേക്കുള്ള പാത്തിൻ്റെ ലെങ്ത്ത് മാക്സിമം n-1 വരൂ. കാരണം അവിടെ ആകെ n വെർട്ടിസസേ ഉള്ളൂ. പാത്താവണമെങ്കിൽ വെർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്ട് മാക്സിമം n വെർട്ടിസസ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് മാക്സിമം n-1 വരെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത്ത് n-1 മാക്സിമം n-1, അതായത് ലെങ്ത്ത് ലെസ് ദാൻ n ആയിട്ടുള്ള ഒരു പാത്തെങ്കിലും ഉണ്ടായിരിക്കണം. ലെങ്ത്ത് ലെസ് ദാൻ n ആയിട്ടുള്ള ഒരു പാത്തെങ്കിലും ഉണ്ട്. ഇനി നമുക്കറിയാം എല്ലാ പാത്തും വോക്കാണ്. ഓക്കെ, വോക്കിൻ്റെ സ്പെഷ്യൽ കേസാണ് പാത്ത്. വെർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാത്ത വോക്കിനെയാണ് പാത്ത് എന്ന് വിളിക്കുന്നത്. സോ ഇത് പാത്തെല്ലാം വോക്കായതുകൊണ്ട് വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത്ത് ലെസ് ദാൻ n ആയിട്ടുള്ള ഒരു വോക്കെങ്കിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബി ഐ ജെ എന്നുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത്? വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത്ത് ലെസ് ദാൻ n ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്കുകളുടെ എണ്ണം. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത്ത് ലെസ് ദാൻ n ആയിട്ട് ഒരു വോക്കെങ്കിലും എന്തായാലും ഉണ്ട്. അപ്പോൾ എന്തായാലും ബി ഐ ജെ എന്നുള്ളത് മിനിമം 1 എങ്കിലും ആവും, 0 ആവില്ല. ഓക്കെ, അപ്പോൾ ബി ഐ ജെ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ കോമ ജെ വിത്ത് ഐ നോട്ട് ഈക്വൽ ടു ജെ. അതാണ് നമുക്ക് ഒരു പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നേരെ തിരിച്ച് ഫോർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐ കോമ ജെ ബി ഐ ജെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഗ്രാഫ് കണക്റ്റഡ് എന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രാഫ് കണക്റ്റഡ് ആവാനുള്ള കണ്ടീഷൻ ഏത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് എടുത്താലും അതിൽ നിന്നും വി ഐയിൽ നിന്നും വി ഐയും വി ജെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാൽ വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ഒരു പാത്തെങ്കിലും ഉണ്ടായാലാണ് ഗ്രാഫിനെ കണക്റ്റഡ് എന്ന് പറയുക. അപ്പോൾ നമുക്കിവിടെ എടുത്തിട്ടുള്ള കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐയും ജെയും എടുത്തു കഴിഞ്ഞാൽ ബി ഐ ജെ നോട്ട് ഈക്വൽ ടു 0. സോ ബി ഐ ജെ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് എടുക്കുക, വി ഐയും വി ജെയും. സോ ഐയും ജെയും അപ്പോൾ സെയിം ആവില്ല, അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ അസംഷൻ പ്രകാരം ബി ഐ ജെ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞു ബി ഐ ജെ എന്നുള്ളത് വെർട്ടെക്സ് വി ഐയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്ക് ലെങ്ത്ത് ലെസ് ദാൻ n ആയിട്ടുള്ള എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്ക് ഉണ്ട് അതിൻ്റെ എണ്ണമാണ്. അപ്പോൾ അത് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു വോക്കെങ്കിലും ഉണ്ട്. ലെസ് ദാൻ n ആയിരിക്കും, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വി ഐയിൽ നിന്നും വി ജെയിലേക്ക് ഒരു വോക്ക് ഉണ്ട്. ഇനി നമുക്കറിയാം ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ വോക്കും യു വി വോക്കും ഒരു യു വി പാത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതായത് യുവിൽ നിന്നും വെർട്ടെക്സ് വിയിലേക്ക് ഒരു വോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു തിയറായിട്ട് പഠിക്കുന്നുണ്ട് ആവശ്യത്തിന്, അതായത് അവിടെ ആവശ്യമില്ലാത്തത് പാത്തിലേക്ക് ആവശ്യമില്ലാത്ത റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സ്പെഷ്യൽ രീതിയിൽ അവരതിനെ കളഞ്ഞിട്ട് ഒരു പാത്തിനെ നമുക്ക് യുവിൽ നിന്നും വിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് എല്ലാ യു വി വോക്കും ഒരു യു വി പാത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ വി ഐയിൽ നിന്നും വി ജെയിലേക്ക്
നമുക്ക് എന്തായാലും വോക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഇൻ പർട്ടിക്കുലർ ഒരു വഴിയുണ്ട്, പാത്ത് ഉണ്ട്. സോ വി ഐ എന്നുള്ളത് വി ജെയിനോട് കണക്റ്റഡ് ആണ്. നമ്മൾ ആർബിട്രറി ആയിട്ടാണ് വി ഐയും വി ജെയും എടുത്തത്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് എടുത്തപ്പോൾ അവർ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് നമുക്ക് കിട്ടി. സോ ഗ്രാഫ് ജി എന്നുള്ളത് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്.